ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇത് കാണിക്കാം. അതിന് 150 രൂപയ്ക്കാണ് എല്ലാം ചോറും സംഭവമൊക്കെ. അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടി കാത്തിരിക്കുക. കണ്ടില്ല നമ്മൾ. പിന്നെ ഞാൻ അവിടെ ഇരുന്നപ്പം ഇതിൻ്റെ ഈ ചാർട്ടൂടെ കാണിച്ചാണ്, ഫുഡിൻ്റെ മെനു കാർഡ് അത് കാണിച്ചാണ്. ചാർട്ടിൽ കുറേ സംഭവഗതികൾ, കുറേ ഡിഫറെൻറ്റ് ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ അധികം അങ്ങനെ കഴിച്ചിട്ടില്ല. 2-3 സാധനങ്ങളെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. മസാല ദോശ ഇവിടുന്ന് കഴിച്ചായിരുന്നു. ഇത് നോൺ വെജ് കട, ഇവിടെ കൂടുതൽ നോൺ വെജാണ്. കടയുടെ പേരാണ് ഇത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ 2-3 പിക്കൊക്കെ എടുത്ത് നമ്മുടെ ഫുഡ് വന്നു. ദാൽ കറി, സബ്ജി, പിന്നെ പനീർ കറി, പിന്നെ ഗുലാബ് ജാമാണ് കിട്ടിയത് കേട്ടോ. എനിക്ക് ഗുലാബ് ജാമല്ല, രസഗുള കിട്ടിയത്. ഗുലാബ് ജാമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. രസഗുള ഭയങ്കര ഒരുമാതിരി പാലിൻ്റെ ആയതുകൊണ്ട് എന്തോ ഒരു പോലെ. പിന്നെ എനിക്ക് മധുരമൊക്കെ ഇഷ്ടമായിട്ട് പിന്നെ കുഴപ്പമില്ല. അത് ഞാൻ പൊറോട്ടയും നമ്മുടെ ദാൽ കറി കൂടെ കൂട്ടി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സാമ്പാർ, അതായത് ദാൽ കറി എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇച്ചിരി കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നമ്മൾ ഇത് രസഗുള കഴിക്കുകയാണ്. അതിൻ്റെ വെള്ളം അറിയാമല്ലോ, ഷുഗർ പഞ്ചാരപ്പാനയല്ലേ. പിന്നെ അതെന്തോ ഒരു ഇത് തോന്നിയില്ല. പിന്നെ ഇച്ചിരിയും കഴിച്ചു. ലാസ്റ്റ് പിന്നെ ഞാൻ സ്പൂണൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലെങ്കിലും നല്ലതായിരുന്നൊക്കെ പറയാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് ചോറ് വാങ്ങിച്ചില്ല കേട്ടോ, അത്രയ്ക്ക് നിറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോയി അതുവഴി ഇതുവഴിയൊക്കെ നടന്ന് ചുമ്മാ എന്തായാലും ഫുഡ് കഴിക്കാൻ പോയില്ല. ചുമ്മാ ദൂരോട്ടൊന്നും പോയില്ല. അതിൻ്റെ തൊട്ടടുത്തുള്ള അവിടെ വരെ പോയിട്ട് തിരിച്ച് നമുക്കിഷ്ടപ്പെട്ട 2-3 ഡ്രസ്സ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി ചുമ്മാ നോക്കി ഫോട്ടോയൊക്കെ എടുത്ത് വില ചോദിച്ചിട്ട് നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ രാത്രി നമ്മൾ ഇറങ്ങാൻ പോവുകയാണേ. അപ്പോൾ ഇറങ്ങാൻ പോകുമ്പോഴുള്ള കാഴ്ചയായി കാണുന്നത് കേട്ടോ. അപ്പം ഭയങ്കര പ്രോഗ്രാമാണല്ലോ എപ്പോഴും ഇവിടെ. നിങ്ങൾ കണ്ടിട്ട് അരയന്നൊക്കെ നിൽക്കുന്നുണ്ട്. അരയന്നമാണെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും അതിൻ്റെ പേര് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ നമ്മളിനിയും പൂട്ടി ഇനി ഇറങ്ങാൻ പോവുകയാണേ. ഉണ്ടല്ലേ, നർമ്മദ നദിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇങ്ങനെ ഇറങ്ങാൻ പോയി. നമ്മൾ ഓട്ടോ ബൈ വിളിച്ചിട്ടുണ്ട്. ബയ്യെ വരുമ്പോൾ നമുക്കിനി പോവാം. അപ്പോൾ ഇങ്ങനെ ബയ്യെ വരുന്നത് കാത്തിരിക്കുകയാണ്. ഇവിടെയുള്ളവർ പറയുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് വേറൊരു ജില്ലയാണ്. അറിഞ്ഞുകൂടാ ഗൈസ് എങ്ങനെയാണെന്ന്. പിന്നെ ഇന്ന് ഞങ്ങൾ ഈ അപ്പുറത്തുനിന്ന് സൗണ്ട് കേട്ടില്ലേ, അവിടെ നിന്നായിട്ട് ഇത് കണ്ടു. എന്താണെന്ന് വെച്ചാൽ മലയാള സോങ് ഇട്ട് കളിക്കുന്ന പാട്ട് സ്പീക്കർ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഞെട്ടി നിൽക്കുമായിരുന്നേ. കണ്ടില്ലേ, ഇതെല്ലാം കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് മുക്കാൻ പോവാണ് കേട്ടോ. വാഴയിലൊക്കെ കണ്ടോ ഗൈസ്. ഇവിടെ വാഴയിലൊക്കെ പൂജയൊക്കെ വരുമെങ്കിലും പക്ഷെ വാഴ നമ്മളങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അറിഞ്ഞുകൂടാ. ഇതെല്ലാം കൊണ്ട് ഇനി വെള്ളത്തിൽ കൊണ്ട് മുക്കാൻ പോവാം കേട്ടോ. കുറേ രാവിലെ തൊട്ട് ഇങ്ങനെ മുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഞാനിവിടെ വന്നാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ മുക്കുന്നത് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരിട്ടാണ് കാണുന്നത്. നേരിട്ട് കാണുന്ന ഒരു പ്രത്യേക ഇതാണ്. ഇതിങ്ങനെ ട്രാക്ടറിലും ഇതിലൊക്കെ ഇങ്ങനെ വന്നിട്ട് രാത്രിയിലും പകലും ഒക്കെ മുക്കും. ഭയങ്കര പൂജയും സംഭവം ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ വൈകിട്ട് റൂമിൽ വന്നിട്ട് കടയിൽ പോകാൻ നേരം ഞങ്ങൾ ചെണ്ടമേളം കണ്ടു വന്നു കേട്ടോ. എൻ്റെ കൈ ബാഗൊക്കെ ഇട്ടിരിക്കുന്ന ബാഗല്ല കേട്ടോ. നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് കൈ തൂക്കിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇന്നപ്പോഴുണ്ട് അടുത്തത് വേണ്ടടാ, അടുത്ത ദേവി ഒഴുക്കാൻ വേണ്ടി ചെണ്ടമേളവും കൊട്ടും ആഘോഷമൊക്കെ ആയിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. പിള്ളേരൊക്കെ ആണെങ്കിൽ മറിഞ്ഞ് തുള്ളിയൊക്കെയാണ് പോകുന്നത് കേട്ടോ. DJ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിച്ച് ആണ് പോകുന്നത് കേട്ടോ. ഇവിടെ പിന്നെ എല്ലാത്തിനും അങ്ങ് ആഘോഷവും ചെണ്ടമേളവും. അയ്യോ, പിന്നെ പടക്കത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. പെട്ടെന്ന് എന്തൊരു ശബ്ദമാണ്. നമ്മൾ ഓർക്കും നമ്മൾ ചത്തുപോകും. അതുപോലത്തെ ഭയങ്കര ശബ്ദത്തിലുള്ള ഈ തോക്കിനകത്ത് ഉള്ള സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് ഇവിടെ പകലും രാത്രി എല്ലാം. ഓർക്കത്തിലൊക്കെ നമ്മൾ ഞെട്ടി ഇരിക്കുക. ഇനി ദീപാവലി വരുന്നു, ഇതിൻ്റെ അപ്പുറമായിരിക്കും ഇനി. അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ശീലമായിരിക്കും. നമുക്ക് അങ്ങനെ ശീലമാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. ഇതൊന്നും പറയണ്ട. ഒത്തിരി ശബ്ദമാണ് കേട്ടോ. ഒത്തിരി എന്ന് വെച്ചാൽ വലിയ ശബ്ദങ്ങളാണ് കേട്ടോ. പിള്ളേർ ഭയങ്കര സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണ്ടിട്ടാണ് പോകുന്നത്. നമ്മളിങ്ങനെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം അടുത്ത് തന്നെ, നമ്മൾ ഇച്ചിരി താട്ട് പോയ നമ്മുടെ വീടാണ്. ഇതെല്ലാം കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. പുറകെ വരുന്നതേ ഉള്ളൂ ദൈവത്തിനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട്. DJ ഒക്കെ ഇട്ട് പിള്ളേർ ഡാൻസ് കളിച്ച് പോവാണ്. അങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ അങ്ങനെ ഇതില്ല കേട്ടോ. ഇവിടുത്തെ ദീദിമാരും ഭായിമാരും പിള്ളേരും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഡാൻസ് കളിക്കുന്നത്. ഇങ്ങനെ പ്രത്യേകിച്ചൊരു ഇതുമില്ല. ഇഷ്ടമുള്ള പോലെ അങ്ങ് കളിക്കുക. അല്ലാതെ ഒരു മടിയൊന്നും കൂടാതെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. കണ്ടല്ലേ, ചെണ്ടമേളം ഒക്കെ കൊണ്ടുപോയി കുറച്ച് പേര്, കുറേ ബാൻഡടിക്കാർ പുറകെ വരുന്നുണ്ട്. സംഭവം ബാൻഡോ എനിക്കൊന്നും അങ്ങനെ ശരിക്കും അറിയത്തില്ല കേട്ടോ. അങ്ങനെ ചെണ്ടമേളമൊക്കെ അടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ബാൻഡാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ അടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നോട്ടീസോ ബോർഡോ എന്തൊക്കെയോ അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ നടന്ന് ഇങ്ങനെ വരിക. അതിൻ്റെ പുറകിലായിട്ടുണ്ട് അവർ മുത്തുക്കുടയോ
എന്തിനോ പറയുന്നത് എനിക്കറിയത്തില്ല. കുടയായിരിക്കും അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ DJ ഒക്കെ ഇട്ട് പിള്ളേരിങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ആരാണ്ടൊക്കെ വരുന്നുണ്ട് ഒരുമാതിരി പക്ഷേ അതിന് എന്തിനാണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ കുറേ അതുകൊണ്ട് ബ്ലാക്കൊക്കെ ഇട്ട് കാലനാണ്. അറിഞ്ഞുകൂടാ ഗൈസ്, എനിക്കറിഞ്ഞുകൂടാ അത് ആരാണ് കേട്ടോ. കാലനായിരിക്കും, അറിഞ്ഞുകൂടാ. ഇപ്പം ഇങ്ങനെ ഇപ്പം അത് വരും കേട്ടോ. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇതിന് കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. ഇതാണ്. ഗണേശ ചതുർത്ഥിക്കും ഇതുപോലെ തന്നെ ആയിരുന്നേ. റോഡിൽ കൂടെ പോകാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ തെള്ളാണ് കേട്ടോ. കണ്ടോ, ദൈവത്തിനെ കണ്ടോ, അമ്മയെ കണ്ടോ. ഇതിനെ കൊണ്ടുപോയി നർമ്മദയിൽ ഒഴുക്കാൻ വേണ്ടിയാണ്. എനിക്കറിയാത്തൊരു കാര്യം, ദൈവങ്ങളെല്ലാം 10-15 ദിവസം ഇങ്ങനെ പൂജിക്കുകയും ചെയ്യും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പൂജിക്കുകയും ചെയ്യും. ലാസ്റ്റ് ദിവസം കൊണ്ട് വെള്ളത്തിൽ മുക്കുകയും ചെയ്യും. അത് എനിക്ക് കൂടുതൽ അറിയത്തില്ല കേട്ടോ. ഇനി ഇവിടുത്തെ എല്ലാ ആചാരങ്ങളും എനിക്കങ്ങനെ അറിഞ്ഞുകൂടാ അങ്ങനെ ആചാരമൊക്കെ. എന്നാലും വെള്ളത്തിൽ മുക്കുമെന്ന് പറയുമ്പോൾ എന്തൊരു ഒരു സങ്കടം പോലെ. ഇതൊന്നും അറിയത്തില്ല ഗൈസ്, നമ്മളിങ്ങനെ ചെയ്യാത്തതുകൊണ്ടായിരിക്കും, അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഇവിടെ വന്നാണ് ഇതൊക്കെ ഞാൻ കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ ഇവിടെ നെല്ല് കലത്തിനകത്തൊക്കെ ആക്കി തലകൂടെ കണ്ടോ, ഒരു കുടത്തിനകത്ത് കൊണ്ട്. അതെന്തോ അതുപോലും എനിക്ക് സംഭവം അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് തിരിച്ചു പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണ് അമ്പഴമാമനെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.